ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഞാൻ അസിയ നവാസ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബ്ലഡെല്ലാം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ബീഫ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് നെയ്യോട് കൂടിയതോ അല്ലെങ്കിൽ കുറച്ച് എല്ലൊക്കെ ഉള്ളത് പോലെയുള്ള ബീഫാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാലാണ് ബീഫ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവൂ. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബീഫ് കുക്കറിലേക്ക് മാറ്റുകയാണ്. നമുക്കിതിലേക്ക് വേണ്ട മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള. ഇതിപ്പോൾ എങ്ങനെ ചോപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ റഫായിട്ട് ചോപ്പ് ചെയ്താലും മതി. അതുകൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ബീഫിൽ എന്തായാലും വെന്ത് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവും, എന്നാലും ഒരു നനവിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കണം. ബീഫിൻ്റെ വേവ് എത്ര ഉണ്ടെന്നുള്ളത് വെന്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓരോ ബീഫിനും ഓരോ വേവാണ്. അപ്പോൾ ഇവിടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോയെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അല്പം മാത്രം വെള്ളമാണ് ഒഴിച്ചത്, പക്ഷേ ബീഫിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഒരു വിസിൽ പോയി കഴിഞ്ഞിട്ട് സിമ്മിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഇതിന് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ബീഫിൽ തന്നെ നന്നായിട്ട് നെയ്യുണ്ട്, അതുകൊണ്ട് കുറച്ചൊഴിച്ചാലും മതി. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം ഇവിടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീഫിൻ്റെ കൂടെ തേങ്ങ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരിഞ്ഞ അളവാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പെരിഞ്ജീരകത്തിൻ്റെയും തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിനകത്തുള്ള വെള്ളമെല്ലാം വറ്റിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. വെള്ളം വറ്റി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ചാറോട് കൂടി വേണമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബീഫ് റോസ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വച്ചേക്കാം. അപ്പോൾ ഇത് പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പുട്ടിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് സെർവ് ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.